നമസ്കാരം. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ സാധാരണ ചായക്കടകൾ മുതൽ വലിയ വീടുകളിലെ തീന്മേശകളിൽ വരെ ഒരു ബിസ്ക്കറ്റിന് ഒരേ ഒരു പേരേയുള്ളൂ. അത് പാർലേജിയാണ്. അപ്പോ ഇത് വെറുമൊരു ബിസ്ക്കറ്റിന്റെ കഥയല്ല, അല്ലേ? ഇത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ കുട്ടിക്കാലത്തിന്റെ കഥയാണ്. നമ്മുടെ എല്ലാം ഓർമ്മകളുടെ കഥയാണ്. ശരിക്കും പറഞ്ഞ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ബിസ്ക്കറ്റ് ഏതാണെന്നറിയാമോ? അത് നമ്മുടെ സ്വന്തം പാർലേജിയാണ്. അപ്പോൾ മുംബൈയിലെ ഒരു കുഞ്ഞു മിഠായി ഫാക്ടറിയിൽ നിന്നും തുടങ്ങി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഭീമൻ ബ്രാൻഡായി മാറിയ ഈ ഒരു മധുരമുള്ള യാത്രയുടെ കഥ നമുക്ക് കേട്ടാലോ? അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഇന്ത്യയിലാണ്. ആലോചിച്ചു നോക്കണം, അക്കാലത്ത് ഇന്ത്യയിൽ കിട്ടിയിരുന്ന ബിസ്ക്കറ്റുകളൊക്കെ ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ടുതന്നെ അതിന് ഭയങ്കര വിലയായിരുന്നു. സാധാരണക്കാർക്ക് അതൊന്ന് വാങ്ങി കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് 1929 മോഹൻലാൽ ദയാൽ ചൗഹാൻ എന്ന ദീർഘവീക്ഷണമുള്ളൊരു സംരംഭകൻ ഒരു മാറ്റത്തിന് തുടക്കമിടുന്നത്. അദ്ദേഹം മുംബൈയിലെ വൈൽ പാർലയിൽ ഒരു ചെറിയ ഫാക്ടറി തുടങ്ങി. പിന്നെ കൃത്യം 10 വർഷം കഴിഞ്ഞ് 1939 ഇന്ത്യയിലെ സാധാരണക്കാർക്കു വേണ്ടി അവർ തങ്ങളുടെ ആദ്യത്തെ ബിസ്ക്കറ്റ് പുറത്തിറക്കി. അതിന്റെ പേരായിരുന്നു പാർലെ ഗ്ലൂക്കോ. പാർലെ ഗ്ലൂക്കോ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ ഒരു ഹിറ്റായി മാറി. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം 1980കളിലൊക്കെ എത്തിയപ്പോൾ അവർ വലിയൊരു പ്രതിസന്ധി നേരിട്ടു. സത്യം പറഞ്ഞാൽ ഈ കഥയിലെ ഏറ്റവും രസകരമായൊരു ട്വിസ്റ്റ് നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പാർലെ ഗ്ലൂക്കോറിന് വലിയ വിജയമായതോടെ മാർക്കറ്റിലുള്ള മറ്റൊരുപാട് കമ്പനികൾ ഗ്ലൂക്കോ എന്ന പേരിൽ തന്നെ ബിസ്ക്കറ്റുകൾ ഇറക്കാൻ തുടങ്ങി. സ്വാഭാവികമായും ഇത് ആളുകൾക്കിടയിൽ വലിയ കൺഫ്യൂഷനുണ്ടാക്കി. ഏതാണ് ഒറിജിനൽ പാർലെ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി 1982 പാർലെ കമ്പനി വളരെ നിർണായകമായൊരു തീരുമാനമെടുത്തു. അവർ പാർലെ ഗ്ലൂക്കോ എന്ന നീണ്ട പേരങ്ങ് ചെറുതാക്കി വെറും പാർലെ ജി എന്നാക്കി. അപ്പോൾ ആ ജി എന്തായിരുന്നു? അത് ഗ്ലൂക്കോസ് ആയിരുന്നു. പക്ഷേ യഥാർത്ഥ മാജിക് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പ്രശസ്തമായ ഒരു പരസ്യത്തിലൂടെ കമ്പനി ആ ജിയുടെ അർത്ഥം തന്നെ അങ്ങ് മാറ്റിമറിച്ചു. ഗ്ലൂക്കോസിൽ നിന്ന് അവർ അതിനെ ജീനിയസ് ആക്കി. ആ ജി ഫോർ ജീനിയസ് എന്ന ഒറ്റ പരസ്യം അത് പാർലേജിയുടെ തലവര തന്നെ മാറ്റിക്കുറിച്ചു. അപ്പോൾ പേരിന്റെ കാര്യം അങ്ങനെ ഇരിക്കട്ടെ. ഇനി പാർലേജിയെ ഇത്രയേറെ സ്പെഷ്യലാക്കുന്ന മറ്റ് 2 കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിലാദ്യത്തേത് നമ്മുടെ എല്ലാ മനസ്സിൽ പതിഞ്ഞുപോയ ആ മുഖം തന്നെയാണ്. ഇന്ത്യയിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരിക്കും ഇത്. ആരാണ് ആ പാർലേജി പാക്കറ്റിലെ കൊച്ചുമിടുക്കി? പല പല കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ സത്യം അതൊന്നുമല്ല. അത് ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോയേയല്ല. 1960കളിൽ ജമൽലാൽ ഗുപ്ത എന്ന കഴിവുറ്റ ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു സാങ്കല്പിക ചിത്രമാണത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും പതിറ്റാണ്ടുകളായി ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന ഒരു ഐക്കോണിക് ചിത്രം. അതെ, ഈയൊരു സ്ഥിരത, ഒരു മാറ്റവുമില്ലാതെ തുടരുന്നത്, അതുതന്നെയാണ് പാർലേജിയുടെ വിജയരഹസ്യങ്ങളിലൊന്ന്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അതേ രുചി, അതേ പാക്കറ്റ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലും അവർ ഈ സ്ഥിരത നിലനിർത്തിയിട്ടുണ്ട്. അതെന്താണെന്നല്ലേ? പാർലേജിയുടെ വില. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നും വെറും 5 രൂപയ്ക്ക് ഒരു പാക്കറ്റ് പാർലേജി നമുക്ക് കിട്ടും. ശരിക്കും ഇതുതന്നെയാണ് പാർലേജിയുടെ ഏറ്റവും വലിയ ശക്തി. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും വാങ്ങാൻ കഴിയുന്ന ഒന്നായി പാർലേജി എപ്പോഴും നിലകൊണ്ടു. അങ്ങനെ അത് ഇന്ത്യയിലെ എല്ലാവരുടെയും ബിസ്ക്കറ്റായി മാറി. അതുകൊണ്ടുതന്നെ ഇന്ന് പാർലേജി വെറുമൊരു സ്നാക്കല്ല, അത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഒരു കൾച്ചറൽ ഐക്കൺ എന്ന് തന്നെ പറയാം. ഇപ്പോൾ വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ പോലുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സഹായമായിട്ട് ആളുകളിലേക്ക് ആദ്യം എത്തുന്നത് പലപ്പോഴും പാർലേജിയാണ്. ഏതു പ്രതിസന്ധിയിലും വിശക്കുന്ന വയറുകൾക്ക് ഊർജ്ജം പകരാൻ ആദ്യം എത്തുന്ന ഒന്ന്. അപ്പോൾ അതൊരു വെറും ഭക്ഷണമല്ല, അതൊരു പ്രതീക്ഷയാണ്, ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ചായയിൽ മുക്കിക്കഴിക്കുന്ന സാധാരണക്കാരൻ മുതൽ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് സ്നാക്സ് ബോക്സിൽ വെച്ചുകൊടുക്കുന്ന അമ്മ വരെ എല്ലാവരെയും, എല്ലാ തലമുറകളെയും ഒരുമിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് പാർലേജി. അതുകൊണ്ട് നമ്മൾ പറയും അതൊരു ബിസ്ക്കറ്റല്ല, അതൊരു വികാരമാണെന്ന്. അപ്പോൾ ഈ ഒരു വിവരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പാർലേജി ഓർമ്മ ഏതാണ്? ഒന്ന് ഓർത്തു നോക്കൂ. ആ മധുരമുള്ള ഓർമ്മയേക്കാൾ വലുതായി ഒരുപക്ഷെ മറ്റൊന്നും കാണില്ല, അല്ലേ?